ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി BS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക്, അതുപോലെ എയർ ഫിൽറ്റർ, പ്ലഗ്, ഫ്രണ്ടിൽ ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിലെ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബ്രേക്സ് വർക്ക് നല്ല പൊടിയില്ല. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. നമുക്ക് പുതിയ ബ്രേക്കാണ് ഇതിൽ കിടക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ടൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ബൈക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിനൊക്കെ നമുക്ക് ഓരോ ഗീസൊക്കെ കൊടുത്തിട്ട് ചെയിനൊക്കെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ചെയിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ഓയിലും ഗ്രീസൊക്കെ കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ അതിൻ്റെ പ്ലഗും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റൊന്നും കാണിക്കുന്നില്ല. പ്ലഗും അതിനെ ക്ലീൻ ചെയ്താൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് അടുത്ത സർവീസ് ആകുമ്പോഴേക്കും മാറ്റേണ്ടി വരും. അതാണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി രാവിലെ വണ്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി സെൽഫൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്, സെൽഫൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോഴുള്ള ആക്സിഡൻറ്റ് ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.65 ലെവൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഓടുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ പറയുക, വണ്ടി ബാറ്ററി സപ്പോർട്ട് ചെയ്തൊക്കെ നമുക്ക് അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നതിന് മുന്നേ ബാറ്ററി മാറ്റിക്കളയുന്നതായിരിക്കും കേട്ടോ നല്ലത്. ബാറ്ററി എത്രയും പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാറ്ററിയുടെ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിൽ ടൈറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നത് ഇവിടെ വരുന്ന കോൺസെപ്റ്റിൻ്റെ കംപ്ലൈൻ്റാണ്. ഹാൻഡിലിൻ്റെ ബെയറിംഗ് എന്ന് പറയും, അതിൻ്റെ കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. അത് മാറ്റി കഴിഞ്ഞാലാണ് ഹാൻഡിലിൻ്റെ ആ ടൈറ്റ് മാറുള്ളൂ. അതിൻ്റെ കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. ലെറ്ററൊക്കെ ചേർന്ന് ചെറിയൊരു സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സൗണ്ട് വരും. അത് മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഡെസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഫ്രണ്ടിലെ ഡെസ്ക് പാഡൊക്കെ മാക്സിമം ആയത്. അപ്പോൾ ഫ്രണ്ടിലെ ഡെസ്ക് പാഡ് നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ. നമുക്കിപ്പോൾ ഇനി ഓടിച്ചു കഴിഞ്ഞാൽ ഈ പാഡ് തീർന്ന് ഈ മെറ്റൽ ഈ പ്ലേറ്റ് കയറി കുറയാൻ തുടങ്ങും. അപ്പോൾ ഈ പ്ലേറ്റ് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ പ്ലേറ്റും കൂടി മാറ്റി കളയേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഡെസ്ക് പാഡ് മാത്രം മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് മാറിപ്പോകും. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല. മെയിനായിട്ട് ഓടിച്ചു നോക്കിയാൽ എൻ്റെ സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് വർക്കിംഗ് അല്ലായിരുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്. പിന്നെ കോൺസെപ്റ്റ് കംപ്ലൈൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ ഇതെല്ലാം അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ ബെയറിംഗ്, ബാറ്ററി, എഞ്ചിൻ ഓയിൽ, ഇതെല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സായിരുന്നു. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മുടെ ജന സർവീസൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിംഗ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ ഫ്രണ്ട് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്കത് മാറ്റണമെങ്കിൽ. ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പഴയ മാറ്റേണ്ട പാർട്സ് കേട്ടോ. കോൺസെപ്റ്റ് എന്ന് പറയും, ബോൾ റൈസർ എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്.